പണ്ടൊക്കെ കല്യാണപ്പുരയിൽ പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുക പെണ്ണവിടെ പോയി, ചെക്കനവിടെ പോയി, അല്ലെ ചെക്കൻ്റെ അമ്മയുടെ പോയി, അമ്മേൻ്റെ അമ്മയുടെ പോയി, അപ്പപ്പനവിടെ പോയി നോക്കാം. കാലഘട്ടപ്പോൾ മൊത്തത്തിൽ മാറി. ഇപ്പോൾ കല്യാണപ്പുരയിൽ പോയി ചോദിക്കുക എന്താ വെച്ചാൽ എന്താ ഉള്ളത്. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. എൻ്റെ പേര് അമൽ ഗോപി. പിന്നെ ഇവിടെ ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടല്ലോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് പറയില്ല, ഉണ്ടെന്ന് പറയും. കാരണം ഞാൻ കോഴിക്കോട് നിന്ന് 200 റുപ്യ കൊടുത്ത് ഇവിടെ വരിക. അറിഞ്ഞിട്ടില്ലാന്ന് അമ്മ ഞാൻ ചവിട്ടിക്കൂട്ടുക. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് മേം വിളിക്കുന്നുണ്ട്, അമൽ ഒരു സ്റ്റാൻഡപ്പ് ചെയ്യണം, സെറ്റപ്പ് ആക്കണം. ഞാൻ സത്യം പറഞ്ഞിട്ട് കണ്ടെത്തിലാണല്ലേ, ഒരു കണ്ടന്റ് പോലും എനിക്കറിയില്ല. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ അമ്മ എന്താ വിളിക്കല്? എല്ലാവരെയും ചെറുപ്പമായ സമയത്ത് ചക്കട് മോനെ, തക്കട് വാവേ, ചെമ്പുത്തി മോനെ എല്ലാം അറിയല്ലേ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ നായിൻ്റെ മോനാണ്, വേറെ ഒന്നും വിളിച്ചിട്ടില്ല. എന്താ അമ്മയ്ക്ക് ഞാൻ ഭയങ്കര സ്നേഹം. ആ അമ്മേൻ്റെ മുന്നിൽ എനിക്ക് ജയിച്ച് കാണിക്കണം ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് 2 മണിക്ക് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ബസ്സാട്ടോ 2:10. അപ്പോൾ ഡ്രൈവർ അപാര ആറ്റുള്ള ഒപ്പരിങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു സീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. പറയുന്നത് സീറ്റില്ല മോനെ, ഒക്കെ ബുക്കാണ് മോനേട്ടാ, ഒരു സീറ്റ് ലാസ്റ്റ് ബസ്, എനിക്ക് നാളെ ഷോ ഉണ്ട്, കയറിക്കോ, ആരെയും വന്നാൽ എണീച്ച് പോകേണ്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ 2 മണിക്ക് എടുത്ത ആ ബസ് എറണാകുളം എത്തുന്നവരെ ഒരു പട്ടിക്കുഞ്ഞ് പോയാൽ കയറിയിക്കില്ല. എന്താണെന്ന് എനിക്കറിയാലോ. പോകുന്ന എനിക്ക് മൂത്രം വയ്ക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു ഡ്രൈവർ എനിക്ക് ഒന്ന് മൂത്രം വയ്ക്കണം. അപ്പോൾ 30 വയസ്സ് എന്താക്കണം? ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ആക്കണം, ഞാൻ അങ്ങ് അയക്കുള്ളൂ. ഞാൻ ആടെ ഇറങ്ങി പുറത്തേക്ക് പോയി. ആടെ ബിൽഡിങ്ങിൻ്റെ ഒരു പകുതി ഒരു സംഭവമുണ്ട്. ഞാൻ ഞാൻ നോക്കിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആടെ മൂത്രം ഒഴിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഫിലമിൽ മുതൽ എൻ്റെ ബൾബോട്ട് വരെ അടിച്ചു വീണു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ എനിക്കൊരു കണ്ടന്റ് ചെയ്യണം, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ വന്ന സമയത്ത് ഞാൻ ആ ബീവറേജ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി മദ്യം തന്നെ കണ്ടന്റ് ആക്കാണ്. കാരണം സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ തേടിപ്പോകുന്ന സംഭവം എന്താ? മദ്യം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചുരുക്കം ചില ആൾക്കാർ തേടിപ്പോകുന്നത് മദ്യമായിരിക്കും. കാരണം പണ്ടൊക്കെ കല്യാണപ്പുരയിൽ പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുക പെണ്ണവിടെ പോയി, ചെക്കനവിടെ പോയി, അല്ലെ ചെക്കൻ്റെ അമ്മയുടെ പോയി, അമ്മേൻ്റെ അമ്മയുടെ പോയി, അപ്പപ്പനവിടെ പോയി നോക്കുക. കാലഘട്ടപ്പോൾ മൊത്തത്തിൽ മാറി. ഇപ്പോൾ കല്യാണപ്പുരയിൽ പോയി ചോദിക്കുക എന്താ വെച്ചാൽ എന്താ ഉള്ളത്, ഏതാ ഉള്ളത്, ഇതേടെയാ ഉള്ളത്, ഇവർക്ക് കള്ള് മതി. കാരണം ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചതും അവസാനമായി മദ്യപിച്ചതും എൻ്റെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ കൂടലെന്ന്. അതായത് അറിയാലോ സംഭവം, മനസ്സിലായോ? ഹൗസ് വാമി എന്നൊക്കെ പറയൂ. അപ്പോൾ ഇന്നെ ഏൽപ്പിച്ചൊരു വീട്ടിൽ കൂടല്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കി നടത്തും, ഞാൻ മുമ്പിലുണ്ടാവും, ഞാൻ അത് പടയൊരുക്കുമെന്ന് പറഞ്ഞ് ഇനി ഏൽപ്പിച്ച് പോയതാ. രാത്രി ഒരു 12:45 ഇപ്പോൾ വെപ്പൂരെന്നൊരു വിളി, മോനെ അപ്പോന്ന്. എന്താ നേട്ടാ? ഒരു ജഗ്ഗും ഒരു ഗ്ലാസും കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ 12:50 ജഗ്ഗും ഗ്ലാസ് ഇറങ്ങുമ്പോൾ താഴത്തെ വീട്ടിലെ ഏച്ചിമാർ കംപ്ലീറ്റ് മറ്റേ വെണ്ടക്കരിയുന്നുണ്ട്. ഞാൻ ആ ജഗ്ഗും വെള്ളം ചോദിച്ചു, മോനെ എവിടെ പോവാ? ഞാൻ പറമ്പിലേക്ക് വെള്ളം നനയ്ക്കുക, ചെടി നനയ്ക്കുക, നട്ടപ്പായിരിക്കും. ഞാൻ ചോദിച്ചാൽ അല്ല ചേച്ചി, ഇത് വെള്ളം കൊടുക്കാൻ. ഞാൻ ഓല മുന്നിൽ കൂടി പോകുന്ന സമയത്ത് ഒന്ന് കല്ല് തട്ടി തുള്ളിപ്പോയി. അപ്പോഴേക്കും മറ്റേ പറഞ്ഞു ജാനു കുണ്ടൻ തരിപ്പാട്ട് വന്നു. എന്ത് പറയാൻ, ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഞാൻ ആ പറമ്പ് പോയിട്ട് ഇവൾക്ക് സാധനം കൊടുത്തപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞു മോനെ ഒന്നടിച്ചോ. ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ. വല്ല ഒന്നടിച്ചോ, പ്രശ്നമല്ലോ, ഒന്നും ആവില്ല മോനെ, വേണ്ട ഏട്ടാ. വല്ല നിർബന്ധിച്ചപ്പോൾ ഞാൻ 1 അടിച്ച് 2 അടിച്ച് 3 അടിച്ച് ഞാൻ 4ാമത്തെ പേരടി കഴിച്ചു. എനിക്ക് ഓർമ്മയില്ല. ഞാൻ തരിപ്പായി, എനിക്ക് ബോധമല്ല. ഞാൻ അങ്ങനെ എന്താക്കി, വീട്ടിൽ പോയ സമയത്ത് എന്നും കുടിക്കുന്ന അച്ഛന് പാപ്പന് മാമ ഇവരൊക്കെ അപാര ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ കുത്തിരിക്കുന്നു. എനിക്കാണെങ്കിൽ കണ്ണൊന്നും പിടിക്കുന്നുമില്ല. ഞാൻ അവിടെ പോയി ഇരുന്ന് സാമ്പാറും ചോറും കുഴച്ചത് മാത്രമേ എനിക്ക് ശരിയായ ഓർമ്മ കിട്ടുന്നുള്ളൂ. ഞാനും ഡെസ്കും പിഞ്ചിന് കണ്ടെത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഇനി എടുത്തുകൊണ്ടുപോയി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് പാപ്പൻ പോയി പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു ഓൻ കുറച്ചൊന്ന് കുടിച്ചിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ആദ്യം ഇഞ്ഞി വിട്ടിക്കുന്നു, ഇവനാ നാടൻ നാറിയിട്ട് നിൽക്കാനാന്നില്ല. ഡോക്ടർ ഇവനാദ്യം പിടിച്ച് പുറത്താക്കുന്നു. അപ്പം എനിക്ക് ബോധം വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടൽപ്പുരേൻ്റെ തൂണ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി എല്ലാം അയച്ച് എല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ അവിടെ കണ്ട ഒരു അയൽവാസി ഒരു മൂപ്പരുണ്ട്. അപ്പോൾ മൂപ്പനോട് പറഞ്ഞ് ചെക്കന്മാരൊക്കെ കളി അന്തസ്സില്ലാത്ത കളി, കള്ളും കുടിച്ച് നാട്ടെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഞാൻ ഇടത്തെ കണ്ടൊന്ന് നോക്കി, വലത്തെ കണ്ടെനിക്ക് പൊന്തൂല. നോക്കി അന്തസ്, അതായത് 950 റുപ്യക്ക് പണി എടുത്തിക്കെങ്കിൽ 900 റുപ്യക്ക് കള്ളും കുടിച്ച് ബാക്കി 50 റുപ്യക്ക് ഓട്ടോഷൻ വിളിച്ച് പുരക്കി പോകുന്നതാണ് അവൻ്റെ അന്തസ്. കാരണം നാട്ടിലൊരു കല്യാണത്തിൻ്റെ സമയത്ത് ഇവന് ചെരുപ്പില്ലടെ, ചെരുപ്പിന് 1000 റുപ്യ, ഇയാളെ പൈസ ഇല്ല. ഇയാളെന്താക്കി ചന്തയിൽ പോയിട്ട് ലാട്ട് പൈസയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങി. മൂപ്പര കാലക്കെണ്ണ എന്താക്കി അത് നായ കടിച്ച്. മൂപ്പരെന്താക്കി 2 പെഗിട്ട് അതേ നായനെ കൊണ്ട് മറ്റേ ചെരുപ്പും കളിപ്പിച്ച് രണ്ടും ഒരു മോഡലാക്കി അത് കല്യാണപ്പുറം ഇട്ട് പോയ പരമചറ്റയാണ് ഈ അന്തസ് മാമ. ഇതിനോട് പണ്ട് വല്ല ഒരു കാര്യമില്ല. എല്ലാ നാട്ടിലുണ്ടാവും ഒരു പേര് കേട്ട ഒരു കുടിയൻ. ആരെങ്കിലും നാട്ടിലുണ്ട് പേര് കേട്ട ഒരു കുടിയൻ?
ആ നാട്ടിൽ ഞങ്ങളുടെ കുടിയല്ലേ? പേര് കേട്ട കുടിയൻ ആരെങ്കിലും ഉണ്ടോ? അതായത് എൻ്റെ ആളിലൊക്കെ ഉണ്ടോ ചങ്ങായൊക്കെ? ഞങ്ങളുടെ ചക്കയുണ്ട്. മൂപ്പര് ആരും കാണാണ്ട് അതായത് ഒറ്റയ്ക്കാണ് കുടിക്കുക. ഇത് ആരും കാണല്, അത് തെളിവ് പോലും ഒരു ബാക്കി വെക്കുകയല്ല. കണ്ടത്ത് പോയിട്ട് സോഡ വെള്ളമൊക്കെ അടിച്ച് ഇറങ്ങിയിട്ട് തെളിവൊക്കെ എടുത്തു മാറിയിട്ട് അങ്ങാടിക്ക് പോയിട്ട് ഇറങ്ങി വാടാ ചെറ്റകളെയെന്ന് ആർക്കും മനസ്സിലായാലും ഒരു കുത്തിക്കില്ല. എല്ലാ ചെറുപ്പക്കാർക്കും പേടിയുള്ള ഒരു സംഭവമാണ് അമ്മ. ഈ അമ്മേനെ കടന്ന് അകത്തേക്ക് പോകാൻ ചില്ലറ കാര്യമല്ല. അപ്പം അമ്മേനോട് ചോദിച്ച ഒരു ദിവസം, എന്താ മോനെ കണ്ണ് ചോത്തത്? ഞാൻ പറഞ്ഞു, അമ്മ അത് കണ്ണ് പാറ്റ പോയാന്ന് പറഞ്ഞു. അമ്മ ഒന്ന് മാറ്റി, അല്ല മോനെ പാറ്റ കണ്ടത് കള്ളിന് വേണം. ഞാൻ പറഞ്ഞു, അമ്മ അത് കള്ളിശാപ്പിലെ പാറ്റ അയക്കുന്നു പറഞ്ഞു. ഒന്നായിട്ട് കിട്ടി. ഞാൻ നിലത്ത് കിടക്കുമ്പോൾ മറ്റേക്കാർ ഇങ്ങനെയാണ്, നമുക്കൊന്നും ഓർമ്മ കിട്ടില്ല, വെളിവുണ്ടാവില്ല. റൈറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ മദ്യപിച്ചുകൊണ്ട് സർക്കാർ നന്നാകുക അല്ലാണ്ട് ഒരിക്കലും പുരക്കാർ നന്നാക്കില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ, ഇതിനു മുമ്പ് അങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു അയൽവാസി ഒരു കല്യാണത്തിന് ഇവൻ അടിച്ച് റാട്ടായിട്ട് ഇവനൊരു ഇടയിൽ കിടക്കുക. ഞാൻ പറഞ്ഞ ഏട്ടാ എണീക്ക്, പാമ്പ് വരും. ഇവൻ പറയാ, പാമ്പിനോട്ട് പറയാ അതിലെങ്ങാൻ പോവാ, എനിക്ക് ആണില്ല. എന്ത് പറയാനാണ്, ഇവനും പാമ്പ് പോയതും പാമ്പ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ മദ്യപിച്ചുകൊണ്ട് സർക്കാർ നന്നാകുക അല്ലാണ്ട് ഒരിക്കലും പുരക്കാർ നന്നാകില്ല. മദ്യപാനം ആരോഗ്യത്തിന് ആയിരിക്കാം. വേണേ ഒന്നാമെടുത്ത് കുടിച്ചോ, ഫ്രീയാ. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ, ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.